Hi guys, JMA 2025 phase 1 January 23 shift 2 question number 20. Okay, എന്താണ് limit extending to infinity 2x square minus 3x plus 5 into 3x minus 1 whole power x by 2 അല്ലേ 3x square plus 5x plus 4 into square root of 3x plus 2 whole power x. Okay. സി ആക്ച്വലി ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യം തന്നെ ഞാൻ ചെറുതായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുക. വെറൊന്നും ഞാൻ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കുകയാണ് മക്കളെ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കോപ്പി ചെയ്ത് എഴുതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി നോക്കണേ, 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 ഓക്കെ ഡിവൈഡ് ബൈ 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 ഓക്കെ ഇൻറ്റു റെഡി 3x മൈനസ് 1 ഹോൾ പവർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ താഴെ എന്താണ് 3x പ്ലസ് 2 ഹോൾ പവർ എന്താണ് എക്സ് ബൈ 2 എന്നാക്കി മാറ്റി എഴുതി. തെറ്റുണ്ടോ? ഇല്ലല്ലോ, യാതൊരു വിധത്തില്ല തെറ്റും നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല, ഇതിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ നോക്കട്ടെ ലിമിറ്റ് എക്സ് ആൻഡ് എൻ. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഒന്നും കൂടി എന്താക്കാണ് മാറ്റാം. ഇവിടെ ഈ പവർ എക്സ് ബൈ 2 ഉള്ള കാരണം ഇവിടെ സ്ക്വയർ റൂട്ട് കണ്ടോ, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ പവർ 1/2 ആണ്. അപ്പോൾ ഈ എക്സ് ഹോൾ പവർ 1/2 എന്ന് പറയുമ്പോൾ എക്സ് ബൈ 2 ആയി എന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ലിമിറ്റ് ആയിട്ടാണ് ഇതിന് എന്താക്കുന്നത്, ഇതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് ഈ ലിമിറ്റ് റെഡിയല്ലേ, ഈ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ എന്താണ് ഇൻഫിനിറ്റി ഫോം ആണ്. റെഡിയല്ലേ. ഇനി രണ്ടാമത്തത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്താക്കാം, അത് രണ്ടാമത്തെ കാര്യമൊക്കെ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വൃത്തിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി നോക്കണേ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി യെസ് എന്തായിരുന്നു 2x സ്ക്വയർ അല്ലേടാ മൈനസ് 3x പ്ലസ് 5 ഡിവൈഡഡ് ബൈ താഴെ എന്താണ് 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 ഓക്കെ 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 അല്ലേ ഇൻറ്റു ഇവിടെയാണെങ്കിൽ 3x മൈനസ് 1 ഓക്കെ ഡിവൈഡ് ബൈ 3x പ്ലസ് 2 ദ ഹോൾ പവർ എന്താണ് എക്സ് ഡിവൈഡ് ബൈ 2. നോക്കൂ, രണ്ട് ലിമിറ്റാക്കി മാറ്റി അല്ലേ. അപ്പോൾ ഈ രണ്ട് ലിമിറ്റാക്കി മാറ്റുന്ന സമയത്ത് ഇത് ഏത് ഫോർമാറ്റാണ്, ഇത് ഏത് ഫോർമാറ്റാണ്, ഐ മീൻ ഏത് ഇൻഡിറ്റർമിനന്റ് ഫോമാണ്? യെസ് ഡെഫിനറ്റ്ലി ഇത് എന്ത് ഫോർമാറ്റിലാണ്, ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഫോമാണ് അല്ലേ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻഫിനിറ്റി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 റൈസ് ടു ഇൻഫിനിറ്റി സ്ക്വയർ മൈനസ് എക്സെട്ര അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തൊരു സാധനമാണ് കീമിനൊക്കെ ഉപയോഗിക്കുക. ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. ഡയറക്റ്റ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മുകളിൽ ഇൻഫിനിറ്റി താഴെ ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ ഇവൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എന്താണ്, ഇറ്റ് ഈസ് ഇങ്ങോട്ട് എന്താണ് 2/3 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടി അല്ലേ. കാരണം എന്താണ്, ഈ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അല്ലെ എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ വരുന്ന സമയത്ത് മുകളിലൊരു പോളിനോമിയൽ താഴെ ഒരു പോളിനോമിയൽ ഓക്കെ. അപ്പോൾ രണ്ടിൻ്റെയും ഡിഗ്രി എന്താണെന്ന് വിചാരിക്കുക, രണ്ടിൻ്റെയും ഡിഗ്രി സെയിം ആണെങ്കിൽ ഓക്കെ ആ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 ഡിവൈഡ് ബൈ 3 അല്ലേ. അഥവാ കോയിഫിഷ്യൻ അതായത് ലീഡിങ് കോയിഫിഷ്യൻ ഇൻ ദ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ലീഡിങ് കോയിഫിഷ്യൻ ഇൻ ദ ഡിനോമിനേറ്റർ ഓക്കെ. ലീഡിങ് കോയിഫിഷ്യൻ ഇൻ ദ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ലീഡിങ് കോയിഫിഷ്യൻ. അപ്പോൾ ഇതെന്തായി 2/3 എന്നായിട്ട് മാറി ഓക്കെ. ഇനി വാട്ട് അബൌട്ട് ദിസ് വൺ, ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഇതെന്താണ് മക്കളെ 1 പവർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഫോർമാറ്റാണ് അല്ലേ. അതായത് മക്കളെ ഇവൻ മാത്രം എടുത്തു, അഥവാ പവർ ഇല്ലാതെ ഇവൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്താണ് 1 അല്ലേ അല്ലേ. കാരണം നിങ്ങൾ നോക്കിയാട്ടെ ഇവിടെയും എന്താണ് ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് അല്ലേ. രണ്ടിൻ്റെയും ലീഡിങ് കോയിഫിഷ്യൻ്റ് അഥവാ ഡിഗ്രി എന്താണ്, ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രി എന്താണ് സെയിം ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇത് 3/3 അഥവാ ഇവിടെ 1 എന്നും ഓക്കെ മുകളിൽ ഞാൻ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ എന്താക്കുക 2 എന്നും കിട്ടും. മനസ്സിലായില്ലേ. അപ്പോൾ അത് 1 പവർ ഇൻഫിനിറ്റി ഫോമിലാണ്. അപ്പോൾ 1 പവർ ഇൻഫിനിറ്റി ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക, അതായത് ഇറൈസ്ഡ് ടു അല്ലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ഓക്കെ അഥവാ മുകളിലുള്ള ഫംഗ്ഷൻ അതായത് എക്സ് ബൈ 2 അല്ലേ ഇൻറ്റു ഇവിടെ എന്ത് വരും 3x മൈനസ് 1 ഡിവൈഡ് ബൈ 3x പ്ലസ് 2 മൈനസ് 1 എന്ന് വരും. റെഡി അല്ലേ. അത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇവൻ 2/3 തന്നെ അവൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല, തർക്കവും ഇല്ല അല്ലേ. ഇനി ഇതാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ഓക്കെ. നിങ്ങൾ നോക്കണേ x/2 ഇൻറ്റു നോക്കണേ ഇവിടെ ഇത് നമ്മൾ എന്താക്കാണ് ചെയ്യുകയാണ്. അപ്പോൾ 3x അല്ലേ സോറി ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ഇൻഫിനിറ്റി ഓക്കെ x/2 ഇൻറ്റു ഓക്കെ നിങ്ങൾ നോക്കിയേ മക്കളെ 3x മൈനസ് 1 അല്ലേ മൈനസ് 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ എന്താണ് 3x പ്ലസ് 2 എന്ന് വരും. ശരിയല്ലേ. റെഡി. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് 3x മൈനസ് 3x എന്തായിട്ട് പോയി, ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ ഇവിടെ 2/3 ഇൻറ്റു അല്ലേ ഈ റൈസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി നോക്കണേ x/2 ഇൻറ്റു അല്ലേ വാട്ട് ഈസ് ആട്ട് -1 -2 അല്ലേ -3 ഡിവൈഡ് ബൈ എന്താണ് 3x പ്ലസ് 2
റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി എന്താക്കാം, ഇതിനെ ഭംഗിയാക്കാം അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ഇൻറ്റു -3 നമുക്കറിയാം എന്താണ്, അതിനെ നമുക്ക് -6 അല്ലേ, സോറി -3x എന്നാക്കാം ഇതിനെ, ശരിയല്ലേ? ഇവിടെ ഒരു /2 ഉണ്ടായിരുന്നു, അത് ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ 6x + 4 എന്നായിട്ട് അത് മാറും. ഓക്കെ അല്ലേ? 6x + 4 എന്നായിട്ട് അത് മാറും. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നോക്കിയാട്ടെ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ് അല്ലേ? മുകളിലൊരു ഫംഗ്ഷനാണ്, താഴെ എന്താണ്, ഫംഗ്ഷൻ ഉണ്ട്. രണ്ടിൻ്റെയും ഡിഗ്രി എന്താണ്, സെയിം ആണ് അല്ലേ? രണ്ടിൻ്റെയും പോളിനോമിയൽ രണ്ടിൻ്റെയും ഡിഗ്രി എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കാം, ദിസ് കോയിഫിഷ്യൻ്റ് ഡിവൈഡ് ബൈ ദിസ് കോയിഫിഷ്യൻ്റ് ആണ് അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. അഥവാ 2/3 ഇൻറ്റു ഈ പവർ, ഓക്കെ, ഈ പവർ എന്ത് വരും? യെസ്, -3 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഓക്കെ അല്ലേ? അഥവാ 2/3 (-1/2) എന്ന് വരും. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരം. യെസ്, ഓക്കെ, അതായത് 2 ഡിവൈഡ് ബൈ 3√e എന്ന് വരും. യെസ്, ഓപ്ഷൻ 4 ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്, വളരെ വണ്ടർഫുൾ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? സിമ്പിളാണ്. അപ്പോൾ 2 ലിമിറ്റാക്കി ഞാൻ എന്താക്കുന്നത് ഇവിടെ സ്പ്ലിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ തിയറി എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് നമ്മുടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ. ഓക്കെ, യെസ്, ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? യെസ്, a0 x⁻m അല്ലേ, പ്ലസ് a1 x⁻m-1 പ്ലസ് എക്സ്ട്രാ ഒരു പോളിനോമിയൽ പോകുന്നു. അതുപോലെ തന്നെ b0 x⁻n പ്ലസ് b1 x⁻n-1 അല്ലെ, എക്സെട്ര എന്ന് പറഞ്ഞ ഒരു പോളിൽ പോകുന്നു വിചാരിക്കുക. അപ്പോൾ m = n ആണെങ്കിൽ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, a0 ഡിവൈഡ് ബൈ b0 ആണ്. ഓക്കെ അല്ലേ? ഇനി നേരെ മറിച്ചിട്ട് നമ്മുടെ n ഈസ് ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ എന്താണ്? യെസ്, ഓക്കെ, l = എന്താണ് മക്കളെ, n അല്ലേ, താഴെ വലുത് വരും. അപ്പോൾ l എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി n <m ആണെങ്കിലോ ശ്രദ്ധിക്കുക, എന്തായിരിക്കും പറഞ്ഞാട്ടെ, പോസിറ്റീവ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും. എപ്പോഴാണ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആവുക? a0-നും b0-നും ഒരേ ചിഹ്നം വരുന്ന സമയത്ത്. ഓക്കെ അല്ലേ? അഥവാ a0 × b0 ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന സമയത്ത്. എപ്പോഴാണ് നെഗറ്റീവ് ഇൻഫിനിറ്റി ആവുക? a0 × b0-ന് ലെസ് ദാൻ 0, അഥവാ a0-നും b0-നും വേറെ വേറെ സിമ്പിൾ വരുന്ന സമയത്ത്. ഓക്കെ, ആ ഒരു സംഭവമാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത്, ഇവിടെ യൂസ് ആക്കിയിരിക്കുന്നത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പിന്നെ എന്താ പറയുക, സംതിങ്, ഓക്കെ, എക്സ്റ്റെൻഡിങ് ടു f(x) g(x) അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് 1⁻∞ ഫോമിലാണെങ്കിൽ ഓക്കെ, ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു g(x) ഇൻറ്റു എന്താണ്, f(x - 1). ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ.